ഹായ് ഹലോ, അങ്ങനെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ കുറച്ച് ഓർക്കിഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിട്ട് ഓൺലൈനിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോട്ടിങ്ങിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ സെറ്റ് ചെയ്യുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കണേ. ഈ വീട്ടിൽ കുറേ ഭ്രാന്തന്മാരുണ്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോരോ ഭ്രാന്താട്ടോ. എനിക്കെന്ന് പറഞ്ഞാൽ നമ്മളെ യൂട്യൂബിൽ വീഡിയോ എടുക്കുക, അതേപോലെ തന്നെ കുക്കിങ്ങിനോട് ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ എൻ്റെ ഏട്ടനും എൻ്റെ ഏട്ടൻ്റെ വൈഫിനും കൂടി ചെടികൾ ഭയങ്കര ഇഷ്ടമാട്ടോ. അതുപോലെ തന്നെ അമ്മായി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അതും ചെയ്യും കേട്ടോ. അപ്പോൾ ഏട്ടനും അമ്മായിക്ക് ഒരേപോലെ ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. എനിക്കും ഇഷ്ടമാണ്, എന്നാലും കൂടുതലായിട്ട് അതിനെപ്പറ്റിയൊക്കെ നോക്കുന്നത്, ചെടികളെ പറ്റി ഭയങ്കരമായിട്ട് നോക്കുന്നത് ഏട്ടനും അമ്മായി കേട്ടോ. അങ്ങനെ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ കുറച്ച് ഓർക്കിഡ് വയനാട്ടിൽ നിന്ന് ഓൺലൈൻ വഴി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പോട്ട് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. ഉമ്മ പറയും ഇവിടെ ഓരോരുത്തർക്കും ഓരോരോ ബ്രാൻഡാണെന്ന്. കാരണം നമ്മളിവിടെ വീട്ടിൽ കൂടിയ സമയത്ത് നമ്മൾ കൊറോണേൻ്റെ ഒരു ടൈമിലായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മൾ ഒരു ചെടി പോലും ഇല്ലാണ്ടിരുന്ന നമ്മളെ വീടിപ്പോൾ എന്ന് പറഞ്ഞാൽ ചെടികൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെടിയും അതുപോലെ തന്നെ ചട്ടികളും. ഉമ്മ പറയും ചെടിയും ചട്ടിയും ഒന്ന് തട്ടിയിട്ട് നടക്കാൻ വയ്യാന്ന് അറിയാം കേട്ടോ. അത്രയ്ക്കും നമ്മളെ വീട്ടിൽ ചെടികളുണ്ട് കേട്ടോ. കുറേ പൂവുള്ളത് കുറവാട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഇതാ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെടി വാങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബാക്ടീരിയ ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സാഫ് എന്ന് പറഞ്ഞൊരു പൗഡർ ഉണ്ടല്ലോ, അത് വാങ്ങിയിട്ടുണ്ടായിട്ടോ. അതൊന്ന് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെടി ഒഴിച്ചിടുന്നതിന് മുന്നേ ആ ചെടി ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അതിലൊന്ന് മുക്കിയെടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ബാക്ടീരിയയും കളിയങ്ങളും ഫംഗസൊന്നും ഇല്ലാണ്ടിരിക്കും കേട്ടോ അവർ പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ പരിപാടിയിലേക്കൊക്കെ അമ്മ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മക്കൾ രാവിലെ നമ്മൾ ഈ ഒരു ചെടി വന്ന പാടെ തന്നെ അതിൻ്റെ അൺബോക്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് കളിക്കുക കേട്ടോ. അതിനിടയിൽ ഉമ്മാമ നമുക്ക് വേണ്ട വിറകൊക്കെ റെഡിയാക്കിയാണ് കേട്ടോ. പെട്ടെന്നൊരു മഴ വന്നിനെ. അങ്ങനെ ഞാൻ കഥ പറയുന്ന സമയം കൊണ്ട് മക്കളെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോഴേക്ക് അമ്മായി ഒരു പോട്ട് മിക്സ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫസ്റ്റ് എൻ്റെ ഓടും അതേപോലെ തന്നെ കരിക്കട്ടൊക്കെ നമ്മൾ എടുത്ത് വെച്ചത്. അപ്പോൾ ശരിക്കും ഇത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാൻ വേഗം കഴിയും കേട്ടോ. കാരണം ഓർക്കിഡിന് പിന്നെ മണ്ണും അതേപോലെ തന്നെ ചകിരിച്ചോറും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. കാര്യമായിട്ട് വേണ്ടത് കരിക്കട്ടയും ചകിരിയില്ലേ നമ്മളെ മടലിൻ്റെ അതും പിന്നെ ഓട്ടും കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും വേണ്ടത്. നമ്മളിത് കൊണ്ടുവരുമ്പോൾ അതൊരു കുഞ്ഞി ഇതിലായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് മാറ്റി ഇപ്പോൾ സാഫിലൊക്കെ മുക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു കൊട്ടയും നമ്മൾ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങി കേട്ടോ. അപ്പോൾ അത് അവർ അവിടെ നിന്ന് തന്നെ സെയിൽ ചെയ്യുന്നുണ്ടതിനെ. അങ്ങനെ നമ്മളതും മേടിച്ചിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഓട് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കരിക്കട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മടലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അമ്മായി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഓർക്കിഡ് നമ്മൾ പ്ലാന്റ് പോട്ട് മിക്സിങ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ അമ്മായി അതൊക്കെ ചെയ്യുന്ന അവർക്ക് മക്കൾ സമ്മതിക്കുന്നില്ല കേട്ടോ. അവരതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കളിക്കുന്നുണ്ടതിന്. അങ്ങനെ ഞാൻ മക്കളെയും കൊണ്ടുവന്ന് നമുക്ക് സാവിയമ്മേൻ്റെ അടുത്ത് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. സാവിയമ്മ എന്ന് പറയുന്നത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള അമ്മ കേട്ടോ. അപ്പോൾ അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് തന്നെ വഴി അറിയാം. രണ്ടാളും പോകുന്ന കണ്ടു നിങ്ങൾ. അങ്ങനെ ഞാനും മക്കളും നമ്മൾ സാവിയമ്മേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അത് അവിടെ നിന്ന് നമ്മളെ ചെമ്പരത്തിൻ്റെ ഇലൊക്കെ കൊണ്ട് ഞാൻ വെറുതെ നോക്കിട്ടാ. അമ്മേൻ്റെ അടുത്തും കുറച്ച് പൂവൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പനിനീർ പൂവുണ്ട്. നമ്മളെ എതള് കൊലയായിട്ടുള്ള പനിനീരല്ലേ, അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല കണ്ണൂർ റോസായിട്ട്. അപ്പോൾ ഞാനിത് വീഡിയോയിൽ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതാ ഒന്ന് മൊട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും പൂക്കളൊക്കെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയല്ലേ. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലതിങ്ങനെ കാണുമ്പോഴും നല്ല രസമാണല്ലോ. പിന്നെ ഇത് നല്ലൊരു പിങ്ക് കളറുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും കുട്ടീസും അങ്ങനെ കഥയൊക്കെ കുറച്ച് കളിക്കുകയൊക്കെ ചെയ്ത് അവിടെ നിന്ന് വന്നിട്ട് അപ്പോഴേക്ക് ഇത് അമ്മായി നമ്മളെ ഓർക്കിഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ പോയ ഗ്യാപ്പിൽ വേഗം തന്നെ എല്ലാം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹാങ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി നോക്കണം. എന്തെങ്കിലും പൈപ്പോ കമ്പിയോ ഒക്കെ തൂക്കിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട്. തൽക്കാലം എന്തെങ്കിലും അത് വാടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം 2-3 ദിവസമായിട്ട് പിന്നെ അത് ഇങ്ങനെ ഓൺലൈൻ വഴി വന്നതാണല്ലോ. അങ്ങനെ അതൊക്കെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമ്മളെ ഫ്ലവറൊക്കെ. അപ്പോൾ അത് ഈ ഫ്ലവറിനോടും ക്രേസും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ പൂക്കളൊക്കെ ശരിക്കും കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മനസ്സിനൊരു സുഖമല്ലേ. രാവിലെ എണീച്ചിട്ട് നമ്മൾ ഇങ്ങനെ പൂവൊക്കെ കാണുമ്പോൾ ഇവിടെ അധികം ഉള്ളത് ചെടികൾ, ഇലച്ചെടികളാട്ടോ കൂടുതലായി.